എല്ലാവർക്കും നമസ്കാരം. നമസ്തേ ആർ പി. ഏറെ ഒരു ഞെട്ടലോടെയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാജിക്കത്തിലുള്ള കുറച്ച് വാചകങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവും ഉടലെടുത്ത സാഹചര്യം കണക്കിലെടുത്തും രാജ്യവിരുദ്ധ ശക്തികൾ ഇത് മുതലെടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ദേശീയ ഐക്യം നിലനിർത്താനും ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങിപ്പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും നമ്മുടെ കുട്ടികൾ പഠനത്തിലും കരിയർ കെട്ടിപ്പടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ഉറപ്പാക്കാനും ഞാൻ എൻ്റെ രാജി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. ഇങ്ങനെയാണ് ആ വാക്കുകൾ. എന്തു തോന്നുന്നു ആർ പി അദ്ദേഹത്തിന്റെ രാജി? തീർച്ചയായിട്ടും അനീഷ പറഞ്ഞ ഞെട്ടിപ്പിക്കുന്നു എന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അദ്ദേഹത്തിന് രാജിവെക്കേണ്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറേണ്ട സാഹചര്യം എന്തായാലും ഉണ്ടാകുമായിരുന്നു. എനിക്ക് തോന്നുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു സമരം നടക്കുമ്പോൾ പാറ്റ സമരത്തിനെതിരെ ശക്തമായി നിലപാടെടുത്ത നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ സാന്നിധ്യമുള്ളവർക്കും ഒക്കെ വലിയ നിരാശയുണ്ട്. ആ നിരാശ തീർച്ചയായിട്ടും നമുക്കും ഉണ്ട്. ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഇതൊരു കീഴടങ്ങൽ ആകില്ലേ എന്നുള്ളത് പലരുടെയും ചിന്തയാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇത്രയും ആവേശത്തോടു കൂടി പ്രധാനമന്ത്രി മോദിക്കും സർക്കാരിനും വേണ്ടി നിലകൊണ്ടവരാണ് ഞങ്ങൾ. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമായിരുന്നോ? ഇപ്പോൾ പാറ്റകൾ ആഘോഷിക്കുകയാണ് എന്നൊക്കെയുള്ളത് തോന്നലുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ മറു സൈഡും കൂടെ ആലോചിച്ചപ്പോൾ എനിക്കതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു രാജി എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന് രാവിലെ തോന്നി എന്നാൽ ഇന്ന് രാജിവെച്ചേക്കാമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഇത് കൃത്യമായി ഒരു വലിയ കൂടിയാലോചനയുടെ ഭാഗമായിട്ടും സർക്കാരിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടും ചെയ്തതാണ്. അപ്പോൾ ആ ചെയ്യുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ എന്തെങ്കിലുമൊക്കെ ഒരു ആശയങ്ങളുണ്ടാവും. അല്ലെങ്കിൽ അതില്ലാതെ ഇത്തരം ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഈ സമയത്ത് ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രധാനമന്ത്രിയെ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ എന്താണ് ആക്ഷൻ എടുക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം രാജ്യത്തോടെ വിശദീകരിച്ചിട്ടുണ്ട്. കുട്ടികളോട് നേരിട്ട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാജി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹം രാജിവെച്ച് ധർമ്മേന്ദ്ര പ്രധാൻ ഒഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമരം പൊളിയുകയാണ് അല്ലെങ്കിൽ സമരം പൊളിയാനുള്ള ആദ്യത്തെ പടിയാണ് എന്നും കൂടി ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം ആവനാഴിയിലെ അമ്പ് അവസാനിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ നിലപാട് കൂടാതെ എനിക്ക് തോന്നുന്ന ഈ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് പോലും വലിയ തോതിൽ പ്രതിഷേധമുണ്ട്. ഈ സമരം പോകുന്ന രീതി, മോദിയെ കൊല്ലണം, അള്ളാഹു അക്ബർ, ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം, രാമക്ഷേത്രം ഇടിച്ചു തകർക്കണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ആ സമരത്തിനകത്തുണ്ട്. രാജ്യവിരുദ്ധ ശക്തികളെന്നോ ദേശവിരുദ്ധ ശക്തികളെന്നോ സാമൂഹ്യ വിരുദ്ധരെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെ ആ സമരത്തിൽ പങ്കെടുക്കുന്നു. അവരാണ് ഈ സമരം ഇപ്പം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള തോന്നൽ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പോലും ഉണ്ട്. അപ്പോൾ ഈ ഒരു രാജി വന്നതോടുകൂടി അദ്ദേഹം രാജിവെച്ചല്ലോ, അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞു, പ്രധാന ആവശ്യം നിറവേറ്റി കഴിഞ്ഞു. ഇനി എന്തിനാണ് ഈ സമരം എന്നുള്ള ചോദ്യം ഇനിയുള്ള ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ ഉയരാൻ നല്ല സാധ്യതയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച സ്ഥിതിക്ക് ഇനി അടുത്ത ഒരാൾ വരുമല്ലോ. അപ്പം അതും അവർക്ക് ഇനി പറയാനായിട്ട് അങ്ങനെ ഇത് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അവർ പോകണമെന്ന് തന്നെയായിരിക്കും BJPയും കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നത്. കാരണം ഇവരുടെ ഡിമാൻഡുകൾ ഇപ്പോൾ തന്നെ അഭിജിത്ത് ദിപ്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജന്തർ മന്ദർ വിട്ടുപോകില്ല എന്ന് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ ആവശ്യം കഴിഞ്ഞിട്ടും പറയുന്നത് ഞങ്ങൾ ജന്തർ മന്ദർ വിട്ടുപോകില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സ്വന്തം അനുയായികൾ തന്നെ ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ RP തോട്ട്സി പറഞ്ഞ പോലെ ഇവിടെ നമ്മളുടെ ഈ ഇന്ത്യയിലെ നിശബ്ദ ഭൂരിപക്ഷം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിശബ്ദ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ട് അസംഘടിതരൊന്നുമല്ല, സംഘടിതർ തന്നെയാണ്. 5000 പേര് ഇപ്പുറത്തുണ്ട്, അല്ലെ 10000 പേര് ഇപ്പുറത്തുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ബാരിക്കേഡിനപ്പുറത്ത് 20,000-ഓ 30,000-ഓ 3 ലക്ഷം ആൾക്കാരെ നിരത്താൻ കഴിവുള്ള സംഘടനകളും ആൾക്കാരും ദേശഭക്തിയുള്ളവർ ഇപ്പുറത്തുണ്ട്. അവരത് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ മറുവശത്ത് ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുമ്പോൾ സ്വന്തം അനുയായികൾ തന്നെ ഇവരെ കല്ലെറിയുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും. അതും ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. നിങ്ങൾ പറഞ്ഞ പ്രധാന ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ അതിൻ്റെ നടപടിയെടുക്കുന്നു,
നിങ്ങളുടെ കേന്ദ്രമന്ത്രി വരെ രാജിവെച്ചു. കേന്ദ്രമന്ത്രിക്ക് എന്താണ് സത്യത്തിൽ ഈ നീറ്റ് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ നേരത്തെ മാറി നിൽക്കുക. അദ്ദേഹം പറയുകയാണ്, ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ നിന്ന് മാറുന്നു, ഈ വിഷയം അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു. ഏറ്റെടുത്താണ്. പക്ഷെ അദ്ദേഹം മാറണം എന്ന ആവശ്യം വന്നപ്പോൾ അദ്ദേഹം മാറി നിന്നിട്ട് ഇതിൻ്റെ ഒരു തീരുമാനമായിട്ടേ ഞാൻ തിരിച്ചു വരുന്നുള്ളൂ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അത് വേറൊരു കാര്യം. അദ്ദേഹം അത് ചെയ്യാത്ത സ്ഥിതിക്ക് ഈ സമയത്ത് ഇത്രയും എത്തിയിട്ട് രാജിവെക്കണമെന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ചെയ്തതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ ലോജിക്ക് ഒരു പക്ഷേ ഇതായിരിക്കാം. അതായത് ഇനി ഇവർ എന്ത് മുദ്രാവാക്യങ്ങൾ മുഴക്കിയാലും എന്താവശ്യങ്ങൾ ഉന്നയിച്ചാലും അതിന് പഴയ ഒരു പിന്തുണ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഇവർ ഈ പാറ്റക്കൂട്ടങ്ങൾ കാണിക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ വെറും കുറച്ചു നേരം അല്ല, ഈ പാറ്റക്കൂട്ടങ്ങളുടെ ആഹ്ലാദ പ്രകടനം നടക്കട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാനുള്ള വകയുണ്ടല്ലോ. അവരാവശ്യപ്പെട്ടിരുന്ന മന്ത്രിയുടെ രാജി വന്നു കഴിഞ്ഞു. അത് സർക്കാർ അക്കാര്യത്തിൽ കീഴടങ്ങി എന്ന് വേണമെങ്കിലും അവർക്ക് പറയാം. പക്ഷെ ഇനി എന്ത് പറഞ്ഞു നിൽക്കും? ഇനി എന്താണ്? ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ സമരത്തിൽ പങ്കെടുത്ത രാജ്യവിരുദ്ധ ശക്തികളെയും ഈ വിഷയവുമായി ബന്ധമില്ലാതെ അവിടെ അരാജകത്വം ഉണ്ടാക്കാനും അക്രമം ഉണ്ടാക്കാനും എത്തിച്ചേർന്ന ആൾക്കാരെയും, അത് വെള്ളക്കുപ്പായമിട്ട് അവിടെ നിരനിരയായിട്ട് എത്തിയ ആൾക്കാർ മുഴുവൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവരെ എല്ലാം അന്വേഷിക്കണം. ഇവർക്കൊക്കെ എന്തായിരുന്നു, ഇവരൊക്കെ എത്ര രൂപ കൊടുത്തു, എന്ത് പണം, എങ്ങനെയാണ് ആ സോഴ്സ് വന്നത്, ആരാണ് ഇതിൻ്റെ അജണ്ട നിശ്ചയിച്ചത്, ഇത്തരം സമഗ്രമായ അന്വേഷണം നടക്കണമെന്നേ. കുട്ടികളുടെ പ്രശ്നങ്ങളും കുട്ടികളുടെ ഭാവിയും മറുവശത്ത് കൃത്യമായ നടപടികൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സമരാഭാസം ഇനി ഒരു വിഷയത്തിലും ദില്ലിയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും കേന്ദ്ര സർക്കാരാണ്. ഇതിൽ ഒരു വീഴ്ച ഞാൻ നേരത്തെയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസും നമ്മളുടെ മാധ്യമങ്ങളും അവിടെ ദിവസവും പോയി കാണുന്നുണ്ടായിരുന്നു. 100-200 പേര് അവിടെ ഇരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ഇവിടെ ആളില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ അവിടെ ഉയർന്നത് മുഴുവൻ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളാണ്. നീറ്റുമായിട്ട് ബന്ധമുള്ള വിഷയമൊന്നുമല്ല. ആർട്ടിക്കിൾ 370, ഒമർ ഖാലിദ്, മറ്റേ ഈ പറയുന്ന പോലെ അള്ളാഹു അക്ബർ, അള്ളാഹ് തേരാ നാം രഹേഗ, ഈ അയോധ്യ ക്ഷേത്രം അടിച്ചു തകർക്കണം, ഇതും മതവുമായിട്ടൊക്കെ എന്ത് ബന്ധമാണ് നീറ്റ് വിഷയത്തിനുള്ളത്? അപ്പോൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയരുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ സമരം എങ്ങോട്ടായി ഇവർ കൊണ്ടുപോകുന്നതെന്ന്. സോണം വാങ്ചുക്ക് വന്നതോടുകൂടിയാണ് സമരത്തിൻ്റെ ഗതി മാറിയത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നേരത്തെ മനസ്സിലാക്കേണ്ടത് ഏജൻസീസ് ആയിരുന്നു, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളായിരുന്നു. അവരാരും അത് മനസ്സിലാക്കിയില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള സമരങ്ങൾ ദേശവിരുദ്ധ ശക്തികളുടെ കൈകളിലേക്ക് പോകാതെ കേന്ദ്ര സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കാതിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള നടപടി ഉണ്ടാകണം. ഈ സമരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് എന്ന് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. പാസ്പോർട്ട് പലരുടെയും റദ്ദാക്കുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഒരു സമയത്താണ് FCRA നിയമത്തിന്റെ ഒരു കാര്യം കൂടെ വരുന്നത്. അപ്പം ഈ CJP പ്രൊട്ടസ്റ്റിന്റെ സമരത്തിന് പിന്നിൽ ഈ FCRA വിഷയം അനീഷ ഈ ഒരു പരസ്യം കണ്ടിട്ടില്ലേ? ഈ സാമ്പ്രാണിത്തിരിയോടെ മറ്റോ ആണെന്ന് തോന്നുന്നു. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ട് എന്നാണ് ആ പരസ്യത്തിൻ്റെ തലവാചകം. അതുതന്നെയാണിത്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർക്കെല്ലാം പല കാരണങ്ങളാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്. അത് മോദിയാണ്, നരേന്ദ്രമോദിയാണ്, പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രവർത്തനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ നയങ്ങളാണ്. അതാണ് അവരുടെ പ്രശ്നം. അതിപ്പോൾ FCRAയുടെ പേരിലായാലും ആർട്ടിക്കിൾ 370യുടെ പേരിലായാലും വഖഫ് ബോർഡിൻ്റെ പേരിലായാലും CAAയുടെ പേരിലായാലും എല്ലാത്തിലും ഓരോരുത്തർക്ക് ഓരോ കാരണങ്ങളുണ്ട്. ഈ കൂട്ടങ്ങളെല്ലാം വന്ന് ജന്തർ മന്ദറിൽ ചാടാനും അവിടെ ഒരു ആഭാസ പ്രകടനം നടത്താനും രാജ്യവിരുദ്ധതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും അവസരം കൊടുത്തത് തീർച്ചയായിട്ടും വലിയ തെറ്റായി പോയി എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ നരേന്ദ്രമോദിജിയാണ് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ തത്വമയി ചെയ്തിട്ടുള്ള വീഡിയോകൾക്ക് താഴെയും ഇത്തരത്തിലുള്ള കമന്റുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ചെയ്ത ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ താഴെ നരേന്ദ്രമോദിജിയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയെ ഇവർക്ക് തൊടാനുള്ള വളർച്ചയൊന്നും ഇവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല.
അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ പറയുന്നത് പോലെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ തന്നെ ഒറ്റ രാത്രി കൊണ്ടുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ട്, അത് ലോക റെക്കോർഡാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് അല്ല ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിന്തുണ നിശ്ചയിക്കുന്നത് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതൊരു ഇൻഡിക്കേറ്റർ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല, ഒരു ഇൻഡിക്കേറ്ററാണ്. സൈഡ് അദ്ദേഹത്തെ കൊല്ലണം, നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ തന്നെയാണ് ഒരു സൈഡ് അദ്ദേഹത്തിന് ഒരു വീഡിയോ പങ്കുവെച്ചപ്പോഴത്തേക്കും അത് ഇപ്പോൾ അതിന്റെ വ്യൂസ് 343 മില്യൺ വ്യൂസ് ആണ്. 343 മില്യൺ വ്യൂസ് ആണ്. ഒന്ന് ആലോചിക്കണം, 1 മില്യൺ എന്ന് പറയുന്ന 10 ലക്ഷമാണ്. ഫോളോവേഴ്സ് 103 മില്യൺ ഫോളോവേഴ്സ്. 103. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അപ്പോൾ ഈ നരേന്ദ്രമോദിയെ ഇവർക്ക് ഈ പറയുന്നത് പോലെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാമെന്നൊന്നും ഇവർ വിചാരിക്കേണ്ട. ഒന്ന്, നരേന്ദ്രമോദിയുടെ ബാക്കിംഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, ഈ രാജ്യത്ത് മുഖമില്ലാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ പൂർണ്ണമായ പിന്തുണ ആ മനുഷ്യനുണ്ട്. ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ആ മനുഷ്യനുണ്ട്. രണ്ട്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കാണെന്നുള്ള ബോധ്യമുള്ള നിഷ്പക്ഷരായ നിരവധി ആൾക്കാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം, അത് പ്രധാനമന്ത്രിയാവുന്നതിനും മുഖ്യമന്ത്രിയാവുന്നതിനും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധിയിലും ആ പ്രതിസന്ധി അദ്ദേഹത്തിന് ഗുണകരമായി ഭവിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ജാതകമാണ് നരേന്ദ്രമോദിക്കുള്ളത്. ഏത് പ്രതിസന്ധിയും അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് വന്നിട്ടുണ്ടോ ആ പ്രതിസന്ധിയൊക്കെ അദ്ദേഹത്തിന് ഗുണകരമായിട്ട് പിന്നീട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഗുജറാത്ത് CM ആയപ്പോഴും പ്രധാനമന്ത്രി ആയപ്പോഴും. ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ സമരവും അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഇപ്പോൾ ഈ നീറ്റ് സമരത്തെ പിന്തുണയ്ക്കുന്ന, ആ സമരത്തിൻ്റെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ തന്നെ ഗണ്യമായ ഒരു വിഭാഗത്തിന് നരേന്ദ്രമോദിയോട് പേഴ്സണലായിട്ട് യാതൊരു ദേഷ്യവും ഇല്ല, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ഉണ്ട്, ഈ അഭിജിത്ത് ദീപ്കയുടെ അടുത്തിരുന്ന ഒരു വളരെ പ്രായമായ ഒരു വൃദ്ധൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, മോദിയെ നിങ്ങൾ കള്ളനെന്ന് വിളിക്കരുത്, മോദി കള്ളനാണ് എന്ന് പറയുന്നു. അദ്ദേഹം 12 വർഷം ഗുജറാത്ത് ഭരിച്ചു, 12 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നു. അദ്ദേഹത്തിനോ അമിത്ഷായ്ക്കോ യാതൊരു കുഴപ്പമില്ല, കൂടെ നിൽക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും മോദിയെ അദ്ദേഹത്തിന് പറയാൻ തയ്യാറല്ല. അങ്ങനെ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെന്നേ. പിന്നെ രണ്ട്, ഈ സമരം കൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മോദിയോടുള്ള ഈ എതിർപ്പെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനും നയപരമായ എതിർപ്പുകൾ മാത്രമല്ല, മതപരമായ എതിർപ്പാണ്, അവിശ്വാസിയോടുള്ള അസഹിഷ്ണുതയാണ്. അത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് തെളിഞ്ഞു കണ്ടിട്ടുണ്ട്. ഇതും പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും നീറ്റ് പരീക്ഷയിൽ ഒരു സിസ്റ്റം ഫെയിലിയർ ഉണ്ടായി. അതിന് കേന്ദ്രമന്ത്രിയെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കാൻ ശ്രമിച്ചത് മോദിയെയാണ്. കേന്ദ്രമന്ത്രി ഇതാ ഒഴിഞ്ഞു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മോദിയെ തുടരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പിന്തുണയൊന്നും അതിന് കിട്ടാൻ പോകുന്നില്ല. ഇത് കൃത്യമായ ഒരു സ്ട്രാറ്റജി കൂടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോഴും രാജിവെക്കേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയാണ്. ഇനി എന്ത് വെച്ച് ഇവരെന്ത് സമരം ചെയ്യും, എങ്ങനെ ജന്തർ മന്ദറിൽ ഇരിക്കുമെന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആർപ്പി ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും. നമസ്തേ. എല്ലാവരും നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നന്ദി. നമസ്തേ.